ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡും ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം ചിക്കനാണ്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തതാണ്. അത് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ വേകാൻ ആവശ്യമായ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അത് ഫ്ലെയിം ഓണാക്കി ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 7 മിനിറ്റൊക്കെ എടുത്തിട്ടോ. ബോൺലെസ് ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് ചിക്കൻ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ വെള്ളവും നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ചിക്കൻ നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി മസാലയൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വയ്ക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ, ഓയിലാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. അത് ഒരുപാട് മൂത്തിങ്ങനെ ചുവന്ന് വരുമൊന്നും വേണ്ട. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഒരു ചെറിയൊരു ക്യാപ്സിക്കം നീളത്തിൽ കട്ടാക്കിയത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്യാബേജും ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്താൽ നല്ലതാണ്. ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെജിറ്റബിളിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചുവന്ന മുളക് ചതക്കിയെടുത്തത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഉപ്പും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇത് ക്യാപ്സിക്കവും ക്യാരറ്റൊന്നും വലിയ വേവില്ല, പെട്ടെന്ന് തന്നെ ആവിയിൽ വെന്ത് കിട്ടിക്കോളും. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്വീറ്റ് ആൻഡ് സ്പൈസി ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു എരി കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു സോസിന് നല്ല ടേസ്റ്റുള്ള ഒരു സോസാണ്. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷാക്കി എടുത്തതാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് പിച്ച് കീറി ഇട്ടാലും മതിയാകും. ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളും. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിവിടെ ഒന്ന് അടച്ചു വെക്കുക. ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഫ്ലെയിമിൽ ഓയിലിട്ടിട്ടൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഞാൻ അതൊരു 4 മിനിറ്റോളം ഓയിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഒരു സൈഡിലേക്ക് നീക്കി വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം വരുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട, 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഓയിലിട്ടിട്ട് ഈ മൈദ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഈ മൈദയുടെ ആ പച്ചച്ചുവയ്ക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി ഒന്ന് നന്നായി ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നാക്കി ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ചിക്കൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം മാത്രം നമുക്ക് പോരാ, ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഈ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ വേവിച്ച വെള്ളത്തിൽ ഉപ്പുണ്ടാവും കേട്ടോ. അതാണ് ഞാൻ ടേസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാൻ പറഞ്ഞത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പിൻ്റെ താഴെ പാല് കൂടെ എടുത്തിട്ടുണ്ട്. പാല് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നിങ്ങൾക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് ചിക്കൻ വേവിച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് ഭാഗമായിക്കോളൂ കേട്ടോ. അപ്പോൾ പാൽ ചേർക്കേണ്ട ആവശ്യമില്ല. പാൽ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ്റെ വെള്ളം മാത്രം മതിയെങ്കിൽ അത് മാത്രവും കുറച്ച് വെള്ളം കൂട്ടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ നമ്മൾ ചേർത്ത ഈ മാവൊക്കെ അതുപോലെ തന്നെ പാലും ഈ ചിക്കൻ്റെയും ഈ വെജിറ്റബിളിൻ്റെയും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം കൂടി അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇതൊന്ന് ഒരു 3-4 മിനിറ്റ് ഇവിടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം പാടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി ചെറുതായിട്ട് ചൂടാറാൻ വേണ്ടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചൂടാറി വന്നപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡ് നമുക്ക് 2 രീതിയിൽ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ബ്രെഡ് നമുക്ക് പരത്തിയിട്ട് റെഡിയാക്കി എടുക്കാം, അല്ലാത്ത രീതിയിലും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം പരത്തുന്ന രീതി ഞാൻ കാണിച്ചു തരാം.
ബ്രെഡ് ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഞാൻ അധിക വീഡിയോസിലും പറയലുണ്ട് ബ്രെഡ് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾ പഴയ ബ്രെഡാണെങ്കിൽ ഒന്ന് ആവിയിൽ വേവിച്ചിട്ട് ആവി കയറ്റി എടുത്തിട്ട് ഒന്ന് പരത്തിയെടുത്താൽ സിമ്പിളായിട്ട് പരത്താൻ പറ്റും കേട്ടോ. ഞാൻ ആവിയൊന്നും കയറ്റിയിട്ടില്ല, എൻ്റെ പുതിയ ബ്രെഡാണ്. പഴയ ബ്രെഡൊക്കെ ആണെങ്കിൽ ആവി കയറ്റി എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പം ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇതുപോലെ ഗമ്മൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്നാക്ക് ഇതുപോലെ ഒന്ന് ഉള്ളിൽ ഫില്ലിങ് വെച്ച് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്താൽ തന്നെ നന്നായി ഒട്ടിക്കോളും. അപ്പോൾ ഇതഞ്ഞി ഒരു 2 മുട്ട ഒന്ന് ഉപ്പ് ചേർത്തിട്ടൊന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ വിചാരം അത് ഗമ്മൊന്നും ചേർക്കാത്തതുകൊണ്ട് തുറന്നു വരുമോ എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നോളൂ കേട്ടോ. പിന്നെ മുട്ടയിൽ മുക്കിയൊക്കെ കൊണ്ട് ഒട്ടിപ്പിടിച്ചിരുന്നോളൂ, അങ്ങനെ പേടിച്ചൊന്നും വേണ്ട. പിന്നെ അടുത്ത രീതി എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ടും ഇതുപോലെ റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ പരത്തിയിട്ട് ഒരുപാട് പൊട്ടിപ്പോകുന്നൊക്കെ ബ്രെഡ് ആണെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ മുക്കുക. 2 ഭാഗം മുക്കേണ്ട ആവശ്യമില്ല, ഒരു ഭാഗം മാത്രം മുക്കിയാലും മതി. എന്നിട്ട് ആ വെള്ളം മുഴുവനും നന്നായി ഇതുപോലെ ഞെക്കി കളയണം കേട്ടോ, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ ആവശ്യത്തിനുള്ള ഫില്ലിങ് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തുനിന്നും ഉള്ളിലേക്കൊന്ന് മടക്കി ഒരു ബോൾ രൂപത്തിൽ ആക്കിയെടുക്കുക. ഇത്രേ ഉള്ളൂ. വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കാം. ഞാൻ എൻ്റെ ചെറിയ ബ്രെഡാണ്, എന്നാലും ഞാൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഒരു ബ്രെഡിൻ്റെ വലുപ്പത്തിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതും ഇതുപോലെ മുട്ടയിലേക്കൊന്ന് മുക്കുക. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ടാക്കി എടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന സാധാരണ നമ്മുടെ വീട്ടിൽ കാണുന്ന ചേരുവകളാണ്. ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് അധികവും ചിക്കനൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും അല്ലേ. അപ്പോൾ കറി വയ്ക്കാനൊക്കെ എടുക്കുന്ന ചിക്കനിൽ നിന്നും ഒരു 5-6 പീസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നല്ലൊരു അടിപൊളി സ്നാക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒരു സ്നാക്ക് റെഡിയാക്കി നോക്കൊണ്ടു, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. മുഴുവനും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഓയിലൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും 2 വീതമൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഇട്ടത് ചെറുതായിട്ടൊന്ന് മൂത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോമ്പിൻ്റെ തിരക്കല്ലേ, അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിയുമ്പോഴേക്ക് ആയതാണ് കേട്ടോ. നിങ്ങൾ അടുത്ത് നിന്നിട്ട് ശ്രദ്ധിച്ച് പാകത്തിനുള്ള മൂപ്പാക്കി എടുക്കണം കേട്ടോ, മറക്കരുത്. ഒരുപാട് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂത്തുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെ ഞാൻ ഇതുപോലെ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയൊരു സ്നാക്കാണ്. മുഴുവൻ ഞാൻ ഇതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തിരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.